പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് നമസ്കാരം. അവകാശികൾ നോവൽ മൊത്തത്തിലെടുത്താൽ അതിലെ കഥാപാത്രങ്ങളിൽ കരുണൻ ഒരു പ്രധാന ആളാണ്. കരുണൻ ഒരു കുഴപ്പമേ ഉള്ളൂ, ആത്മാഭിമാനം ഇത്തിരി കൂടിപ്പോയി. മറ്റൊരാളുടെ, അത് പ്രേമിച്ച് കല്യാണം കഴിച്ച മിനിയുടേതാണെങ്കിൽ കൂടി, ഒരു സഹായവും സ്വീകരിക്കാൻ കരുണൻ തയ്യാറല്ല. മറ്റുള്ളവരെ സഹായിക്കാൻ പുള്ളി മുന്നിൽ നിൽക്കുകയും ചെയ്യും. ഉണ്ണിയെ കൊണ്ട് മാധ്യസ്ഥം പറയിച്ച് കുഞ്ഞമ്മയ്ക്കും മറ്റും സ്വത്ത് വാങ്ങിക്കൊടുക്കാൻ മുന്നിട്ടിറങ്ങുന്നത് തന്നെ കുടുംബത്തിൽ വഴക്കുണ്ടാവാതിരിക്കട്ടെ എന്നും അർഹതയുള്ളതാണെങ്കിൽ അവർക്ക് കിട്ടട്ടെ എന്നും വിചാരിച്ചിട്ടാണ്. ഒരിക്കലും പിരിയാത്ത ചങ്ങാത്തമുണ്ട് ഭാസിയോട്, കൂറും. അതുകൊണ്ട് തന്നെ ഹോക്കിൻ്റെ കയ്യിൽ ചെന്ന് പെട്ടാൽ ഉള്ള സ്വത്ത് പോയി കിട്ടുമെന്ന് ഭാസിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഫലമൊന്നുമില്ലെങ്കിലും കോലാലംപൂർക്ക് പോകാൻ ഭാസി കിടന്ന് പിടയ്ക്കണത് കാണുമ്പോൾ എന്തോ ഒരു പൊടി പ്രശ്നമില്ലേ എന്ന് കരുണൻ ആലോചിച്ചു തുടങ്ങിയിരിക്കുന്നു. ആ വെമ്പലിന് പിന്നിൽ എന്ത് എന്നൊരു സംശയം. വായിക്കാം. അവകാശികളുടെ 2-ാം ഖണ്ഡത്തിൻ്റെ 2-ാം അധ്യായം. കോണി ഇറങ്ങുന്ന ഒച്ച കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ അമ്മായിയാണ്. പുഷ്പയെ എടുത്തിട്ടുണ്ട്. മുഖത്ത് പ്രസന്നതയുള്ളതുപോലെ തോന്നി. കരുണൻ ബഹുമാന സൂചകമായി ഒന്ന് എഴുന്നേറ്റ് അവിടെ തന്നെ ഇരുന്നു. അവളുറക്കം തന്നെയാണ്, അമ്മായി പറഞ്ഞു. എന്നാലും മിനി ഒന്നങ്ങോട്ട് ചെല്ല്. മിനി എഴുന്നേറ്റ് മുകളിലേക്ക് പുറപ്പെട്ടു. അച്ഛൻ എവിടെയാ? മുറിയിലാണ്. പോയിട്ടില്ലല്ലോ? അത് മതി. കരുണ, 1 മിനിറ്റ്, ഞാനിപ്പോൾ വരാം. കരുണൻ തലയാട്ടി. അമ്മായി ഡൈനിങ് റൂമിലേക്ക് തിരിഞ്ഞപ്പോൾ ഭാസി കൈത്തണ്ടയിൽ സ്പർശിച്ച് ഒച്ച താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു, അധികമൊന്നും സംസാരിക്കാൻ നിൽക്കണ്ടാട്ടോ, എനിക്ക് കോലാലംപൂർക്ക് പോകണം. ഇന്ന് ഇത്തിരി കാര്യമുണ്ട്. ഭാസി ഒന്ന് മടിച്ച ശേഷം തുടർന്നു. അല്ലെങ്കിൽ ഇപ്പോൾ എന്താ? കരുണനോട് പറയാലോ, മിസ്റ്റർ ഹോക്ക് വന്നിട്ടുണ്ട്. വൈകുന്നേരം ഒന്നിച്ച് KLലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വഴിക്ക് കുറേ കാര്യം സംസാരിക്കാലോ. മൂപ്പരെ ഒറ്റയ്ക്ക് കിട്ടാൻ വലിയ പ്രയാസമാണ്. ഐ സി. അമ്മയോട് ഇപ്പോൾ പറയണ്ട. കരുണൻ ശരിയെന്ന് തലയാട്ടി. പക്ഷെ ഉള്ളിൽ അല്പ അസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു. ഭാനുവിന് സുഖമില്ലാതിരിക്കുമ്പോൾ ഇവൻ തിടുക്കപ്പെട്ട് കോലാലംപൂർക്ക് പോണതെന്തിന്? എന്താ ഇത്ര വലിയ കാര്യം സംസാരിക്കാനുള്ളത്? വസ്തു കയ്യിൽ കിട്ടിയിട്ട് വേണ്ടേ എന്തെങ്കിലും ആലോചിക്കാൻ തന്നെ? അതാണെങ്കിൽ കണ്ടു തന്നെ അറിയണം. കൃഷ്ണനുണ്ണി അങ്ങുമിങ്ങും തൊടാതെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. ഉണ്ണിയെക്കൊണ്ട് സമ്മതിപ്പിക്കാമെന്ന് ഏറ്റത് അല്പ അബദ്ധമായി. അതിനിടയ്ക്ക് കൊച്ചുമാവിനെ കൊണ്ട് തന്നെ ഒരു കൈ നോക്കിക്കണം എന്ന അഭിപ്രായം വീണ്ടും പൊന്തി വന്നിരിക്കുന്നു. ഉണ്ണിയുടെ കാര്യത്തിൽ അമ്മായിക്ക് പണ്ടേ അത്ര സമ്മതമില്ല. പുറത്തുനിന്ന് ആരോ കയറി വന്നു. ഓ, അശോകനാണ്. ആരെയും കണ്ട ഭാവം വെക്കാതെ നേരെ ചെന്ന് TV ഓൺ ചെയ്തു. പറ്റിയ പ്രോഗ്രാം അല്ലാത്തത് കൊണ്ടാവാം ഉടനെ തന്നെ അടച്ചു. വന്ന വഴിയെ പുറത്തേക്ക് പോയി. കണ്ടില്ലേ? ഭാസി ചോദിച്ചു. എന്താ ഒരു വേഷം? വേഷം മാത്രമല്ലല്ലോ. എന്നല്ല ഞാൻ മീൻ ചെയ്തത്. വേഷവും കോലവും നടത്തവും എല്ലാം ഹൊറിബിൾ. തലയിലെഴുത്ത്, അല്ലാതെ എന്ത് പറയാനാ? എന്ന് പറഞ്ഞാൽ പോരല്ലോ, എന്തെങ്കിലും ചെയ്യണ്ടേ? ഇങ്ങനെ വിട്ടാൽ ശരിയാണോ? എന്ത് ചെയ്യാനാ? അവൻ ആരെയും ഒരു കൂസലും ഇല്ല. അമ്മയാണ് എല്ലാവരെയും അടക്കി നിർത്താറുള്ളത്. അവനെ അമ്മയെ പുല്ലുവിലയാണ്. വാട്ട് ടു ഡു? യെസ്, അതാണ് പ്രശ്നം. എന്താ നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? അമ്മായി കടന്നു വന്ന് എതിരെയുള്ള സോഫയിലിരുന്നു. സ്വകാര്യമല്ലെങ്കിൽ ഞാനും കൂടാം. സ്വകാര്യമൊന്നുമല്ല. കരുണൻ നിവർന്നിരുന്നു. അശോകന്റെ കാര്യമാണ് പറഞ്ഞിരുന്നത്. അത് എൻ്റെ തലയിലെഴുത്ത്. അമ്മായി നെറുക തൊട്ട് കാണിച്ചു. തലോടിയാൽ പോവില്ല. തലയിലെഴുത്ത് മാത്രമല്ല, കുറച്ചൊക്കെ നമ്മുടെ കുറ്റമുണ്ട്. ചോദിക്കുമ്പോൾ കാശ് കൊടുത്തിട്ടാ. അമ്മായി കൊടുക്കും. ഇവിടെ കിട്ടാഞ്ഞാൽ മിനിയുടെ അടുത്ത് വരും. 2 തവണ കൊടുക്കാതിരുന്നാൽ മതി, അപ്പോൾ പാഠം പഠിക്കും. അതാണ് തെറ്റിദ്ധാരണ. അമ്മായി പെട്ടെന്ന് മറുപടി പറഞ്ഞു. നമ്മൾ കൊടുത്തില്ല എന്ന് വെച്ചാൽ അവൻ നാട്ടുകാരുടെ നിരക്കാൻ തുടങ്ങും. ഇംഗ്ലണ്ടിൽ നിന്ന് ഇവിടെ എത്തിയതെങ്ങനാ? എരന്നിട്ടും കയ്യിലുള്ളതൊക്കെ വിറ്റിട്ടും. ഒടുക്കൽ ഗതി മുട്ടിയപ്പോഴാണ് എഴുതിയത്. വല്ല നാട്ടിലാവുമ്പോൾ ആരും അറിയില്ല. ഇവിടെ നടന്നിരക്കാൻ തുടങ്ങിയാലോ? അല്ലെങ്കിൽ വല്ലതുമൊക്കെ എടുത്തുകൊണ്ടുപോയി വിറ്റ് തുടങ്ങിയാലോ? പോരായ ആർക്കാ? അതൊക്കെ ആലോചിച്ചിട്ടാണ്. നല്ല ചുട്ട അടി കൊള്ളാഞ്ഞിട്ടാണ്. വേണ്ട കാലത്ത് ഭാസി
അഭിപ്രായപ്പെട്ടു. ഇപ്പോഴും 2 കൊടുത്താൽ മതി, ശരിപ്പെടും. പിന്നെ അമ്മായി ഭാസിയെ കടിപ്പിച്ചു നോക്കി. അടിക്കല്ലേ ഇത്രയും വലുതായിട്ട്? അല്ലെങ്കിലും അടിയുടെ കുറവൊന്നുമല്ല. ഇംഗ്ലണ്ടിൽ പോണവരെ എന്ത് മിടുക്കനായിരുന്നു. നീ സീനിയർ കടന്നുകൂടാൻ പെട്ട പാടെ എനിക്കറിഞ്ഞൂടെ. അവൻ എത്ര ഡിസ്റ്റിങ്ഷനും ക്രെഡിറ്റുമായിരുന്നു. ഒക്കെ എന്തോ ഒരു ചീത്ത കാലാന്നേ. തെളിഞ്ഞാൽ മതിയായിരുന്നു, കരുണൻ പറഞ്ഞു. ഇല്ലെങ്കിൽ എവിടെയാ എത്തുക എന്ന് കണ്ടു തന്നെ അറിയണം. തെളിയും, എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഭാസി എന്തോ പറയാൻ പുറപ്പെട്ടു. വേണ്ടെന്ന് വെച്ചു. അമ്മായി കൊടുത്ത ചൊട്ട് അവന് ഏറ്റിരിക്കുന്നു. പഠിക്കാൻ വളരെ പിന്നോക്കമായിരുന്നു ഭാസിയെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ അവന് വേണ്ടാത്ത ശീലമൊന്നും ഉണ്ടായിരുന്നില്ല. സിഗരറ്റ് വലി പോലും ഇപ്പോഴുമില്ല. അക്കാര്യത്തിലൊക്കെ നല്ല സ്വഭാവമാണ്. മറിച്ച് അശോകൻ ആലോചിച്ചാൽ തന്നെ കുളിക്കണം. അത് പോട്ടെ. അമ്മായി വിഷയം മാറ്റി. അവന്റെ കാര്യം പിന്നെ ആലോചിക്കാം. അതല്ലല്ലോ ഇപ്പോഴത്തെ പ്രോബ്ലം. കരുണൻ, പിന്നെ ഉണ്ണിയെ കണ്ടോ? ഉവ് കണ്ടു. ജനറലായിട്ടൊന്ന് സംസാരിച്ചു. എന്താ മൂപ്പരുടെ നിലപാട്? ഒന്നും പറഞ്ഞില്ല, ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. ഇങ്ങോട്ട് വരണ വഴിക്ക് ഞാനവിടെ കയറിയിരുന്നു. പക്ഷേ ആളവിടെ ഉണ്ടായിരുന്നില്ല. ആലോചിക്കട്ടെ എന്ന് അല്ലേ? അമ്മായിയുടെ സ്വരത്തിൽ പരിഹാസമുണ്ടായിരുന്നു. ആലോചിക്കണത് ശ്രീധരനോടായിരിക്കും. ഞാൻ അന്നേ പറഞ്ഞില്ലേ എനിക്കതിൽ വിശ്വാസമില്ലാന്ന്. അങ്ങനെ പറയാറായിട്ടില്ല. നടക്കട്ടെ. കരുടന് വിശ്വാസമുണ്ടെന്ന് വെച്ചാൽ നടക്കട്ടെ. പക്ഷേ അതുവരെ മിണ്ടാതിരുന്നാൽ പൂച്ച ഉള്ള പാല് മുഴുവൻ കുടിക്കും. കരുണൻ അമ്മായിയെ തുറച്ചൊന്നു നോക്കി. ഞാൻ പറഞ്ഞത് വേറൊന്നുമല്ല. അമ്മായി പുച്ഛം സ്മരിക്കുന്ന പുഞ്ചിരി തൂകി. ഉണ്ണിയുടെ ആലോചന കഴിയുമ്പോഴേക്കും ബില്ലെടുത്ത് മാത്രമല്ല ആക്ച്വൽ ട്രാൻസ്ഫറും കഴിയും. പിന്നെ അകവും പുറവും നക്കേണ്ടി വരും. എന്ത് ട്രാൻസ്ഫർ എന്നോ? സ്വത്തുക്കള് ഓസ്യത്താണെങ്കിലല്ലേ പിന്നീട് തർക്കത്തിനിടയുള്ളൂ. ഇപ്പോഴേ എഴുതി കൊടുത്താലോ? അതിന് നമുക്കെന്ത് ചെയ്യാൻ സാധിക്കും? അമ്മായി തറപ്പിച്ചൊന്നു നോക്കി. നോട്ടത്തിന്റെ അർത്ഥം വ്യക്തമായിരുന്നു. ഇത് പറയാൻ കരുണൻ വേണോ? വേണ്ട. പക്ഷേ എന്ത് ചെയ്യാൻ കഴിയും? വല്യമ്മാവിൻ്റെയാണ് സ്വത്ത്. ഇപ്പോൾ തന്നെ വേണ്ടപ്പെട്ടവർക്ക് എഴുതി കൊടുക്കണമെന്ന് തോന്നിയാൽ ആരാണ് തടുക്കാൻ? പക്ഷേ ഇതൊരു പുതിയ അറിവാണല്ലോ. അങ്ങനെ ഒരു ആലോചനയുണ്ടോ? അതൊക്കെ ശരിപ്പെടുത്താൻ വേണ്ട സമയം കിട്ടാൻ വേണ്ടി ഉണ്ണി തന്നെ കളിപ്പിക്കുകയാണോ? അത് വിശ്വാസം വരുന്നില്ല. പക്ഷെ എന്തെങ്കിലും ഉണ്ടാവണം. അല്ലെങ്കിൽ അമ്മായി ഇപ്പോൾ ഇത് പറയാൻ എന്താ അമ്മായി ഇപ്പോൾ ഇത് പറയാൻ കാര്യം? എന്തെങ്കിലും പുതിയതായിട്ടൊന്നുമില്ല. പക്ഷെ അങ്ങനെ ആയിക്കൂടെ എന്ന് ചോദിക്കേ. എന്നാലും ഒരു നിമിഷം നിലത്ത് നോക്കിയിരുന്ന ശേഷമാണ് അമ്മായി പറഞ്ഞത്. എന്നാലും എന്ന് ചോദിച്ചാൽ ശ്രീധരൻ ഒരു പെട്ടി നിറയെ ഡോക്യുമെന്റ്സ് ഉണ്ണിയുടെ അവിടെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടെന്ന് കേട്ടു. അത് വെറുതെ ആവാനിടയില്ലല്ലോ. അമ്മ എപ്പോഴാ അറിഞ്ഞത്? ഭാസി അക്ഷമനായി ചോദിച്ചു. എന്നോട് പറഞ്ഞില്ലല്ലോ. നീയല്ലേ അവൻ്റെ ഒപ്പം ഓഫീസിലിരിക്കണത്. നീ അറിയേണ്ടതല്ലേ? അമ്മ പറഞ്ഞിട്ട് വേണോ? കുറേശ്ശെ കണ്ണും ചെവിയും തുറന്നു വെച്ചിരിക്കണം. കുട്ടികളെ പോലെ നിക്ക് വസ്തു വേണം എന്ന് ശാഠ്യം പിടിച്ചാൽ മാത്രം പോരാ. ഭാസി അടങ്ങിപ്പോയി. കരുണനും പെട്ടെന്നൊന്നും പറയാൻ നാക്കത്തു വന്നില്ല. അമ്മായി തനിക്കറിയാത്തത് എന്തൊക്കെയോ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ശരിയല്ലെങ്കിൽ പറയില്ല. ശ്രീചേട്ടൻ ആധാരങ്ങളും പ്രമാണങ്ങളും മറ്റും ഉണ്ണിയെ ഏൽപ്പിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ അതിന്റെ അർത്ഥം അമ്മായി പറഞ്ഞതാവണം എന്നുണ്ടോ? ഓസ്യത്ത് തയ്യാറാക്കാനും വസ്തുക്കളുടെയും സ്വത്തുക്കളുടെയും വിവരങ്ങൾ ആവശ്യമാണല്ലോ. അല്ലെങ്കിൽ അതെ, അതുമാവാം. എല്ലാവർക്കും വേണ്ട വിധത്തിൽ പങ്കുവയ്ക്കാനാവാം ഉദ്ദേശ്യം. നല്ല കാര്യം. പക്ഷെ അമ്മായിയുടെ ബുദ്ധിയിൽ പോവില്ല. ഡോക്യുമെന്റ്സ് കൊടുത്തതുകൊണ്ട് മാത്രം സർവവും മറ്റുള്ളവർക്ക് എഴുതി വെക്കാൻ പോവാണെന്ന് കരുതണോ അമ്മായി? നീയൊരു ശുദ്ധാത്മാവാണ് കരുണ. ശുദ്ധത കരുതിയിരുന്നോ? പക്ഷേ ഞാൻ അതിന് തയ്യാറല്ല. എൻ്റെ കാര്യം എനിക്ക് നോക്കാണ്ട പറ്റില്ല. എന്ന് വെച്ചാൽ ഞാൻ ഭാസിയുടെ അച്ഛനെ കൊണ്ട് ഒന്ന് പറയിപ്പിക്കാൻ പോവാണ്. അതിനു മുമ്പ് നിന്നോടും കുട്ടനോടും പറയേണ്ട ചുമതലയുണ്ടല്ലോ. കുട്ടനോട് ഞാൻ ഇന്നലെ പറഞ്ഞു. അവന് വിരോധമൊന്നുമില്ല. ഇനി കരുണന്റെ അഭിപ്രായം എന്താന്നേ കേൾക്കേണ്ടു. കരുണൻ പെട്ടെന്ന് മറുപടി പറഞ്ഞില്ല. എന്തഭിപ്രായം പറയാനാണ്? കൊച്ചമ്മാവിനെ കൊണ്ട് പറയിക്കാൻ അമ്മായി തീരുമാനിച്ചു കഴിഞ്ഞു. തീരുമാനിച്ച ശേഷം അഭിപ്രായം പറഞ്ഞതുകൊണ്ട് എന്ത് പുണ്യം? തീരുമാനിച്ചിട്ടില്ലായിരുന്നുവെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ അമ്മായി സ്വീകരിക്കുകയൊന്നുമില്ല. എന്നാലും പെട്ടെന്നിങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ ശ്രീചേട്ടൻ ഡോക്യുമെന്റ്സ് കൊടുത്തത് മാത്രമാവില്ല. കാരണം അതിനേക്കാൾ പ്രധാനമായി എന്തെങ്കിലും ഒന്നുണ്ടാവണം.
എന്തോ ആവട്ടെ, അമ്മായിക്ക് നല്ലതെന്ന് തോന്നുന്നത് അമ്മായി ചെയ്യട്ടെ. എന്താ കരുണനൊന്നും മിണ്ടാത്തത്? ഞാനെന്താ പറയേണ്ടത്? അതാണ് നല്ലതെന്ന് അമ്മായിക്ക് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ ആവട്ടെ. കാര്യം നടക്കണം എന്നല്ലേ ഉള്ളൂ. അപ്പൊ പിന്നെ അല്ല, ഇനി ഞാൻ മിസ്റ്റർ ഉണ്ണിയെ ശല്യപ്പെടുത്തണ്ടല്ലോ. അതും ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല, അത് നടന്നോട്ടെ. അതെന്തിനാ? ഇങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ പിന്നെ നടക്കും എന്നുള്ള വിശ്വാസമൊന്നും എനിക്കില്ല. ഒന്ന് പറയിപ്പിച്ച് നോക്കാമെന്നേ ഉള്ളൂ. അതും ഭാസിയുടെ അച്ഛൻ സമ്മതിക്കുമെന്ന് അറിഞ്ഞുകൂടാ. ഒരു കൈ നോക്കാം. മിസ്റ്റർ ഉണ്ണി എന്തെങ്കിലും ഒരു പ്ലാൻ തയ്യാറാക്കണതിന് മുൻപ് ഏട്ടനോടൊന്ന് പറഞ്ഞു വെക്കണത് നല്ലതല്ലേ? അങ്ങുമെങ്ങും തൊടാതെ ഒന്ന് മൂളി. തനിക്ക് ഈ സംഗതിയിലുള്ള എല്ലാ താല്പര്യവും പെട്ടെന്ന് അവസാനിച്ചതുപോലെ തോന്നി. വഴക്കൊഴിവാക്കാനാണ് ഇതുവരെ ശ്രമിച്ചത്. അതിനി വിജയിക്കുന്ന മട്ടില്ല. വല്യമ്മാവിനോട് എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ മൂപ്പർക്ക് അത്രയ്ക്ക് വാശി കൂടുകയുള്ളൂ. ഓ, എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, തനിക്ക് കാൽക്കാശിന്റെ കാര്യമില്ലല്ലോ. ഏതായാലും എനിക്ക് അങ്ങനെയൊന്ന് തോന്നി. അമ്മായി തന്റെ നീരസം മനസ്സിലാക്കിയ മട്ടിലാണ് സംസാരിക്കുന്നത്. ഏട്ടനൊരു പക്ഷേ ഭാസിയുടെ അച്ഛനോട് ചോദിച്ചാലോ? എടാ, നിനക്ക് എന്നോട് നേരിട്ട് ചോദിക്കായിരുന്നില്ലേ എന്താ വേണ്ടെന്ന് വെച്ചാൽ? മൂന്നാമതൊരാൾ മുഖാന്തരം വേണോ? അല്ല, അങ്ങനെയും വിചാരിക്കാലോ ഏട്ടന്, ഇല്ലേ? അതാ ഞാൻ പിന്നീട് ആലോചിച്ചത്. അങ്ങനെയൊന്ന് പറയിക്കാൻ ഇടവെക്കേണ്ട. എന്താ, ശരിയല്ലേ? അതൊരു സമ്മതമല്ലാത്ത മൂളലാണല്ലോ. ഞാൻ ആലോചിക്കുകയായിരുന്നു. ഇതുകൊണ്ട് അങ്ങോട്ട് നടക്കുകയാണെങ്കിൽ പിന്നെ വിഷമമൊന്നുമില്ലല്ലോ. ഏതായാലും ചോദിപ്പിച്ചു നോക്കൂ, എന്താ ഫലം എന്നറിയാലോ. അതെ, അതാ ഞാനും കരുതിയത്. പറ്റിയില്ലെങ്കിൽ മറ്റേ വഴി നോക്കാം. എന്നാ പിന്നെ നമുക്ക് മൂപ്പരോട് സംസാരിക്കാം. വാ. ഞാനെന്തിനാ? നീയും കൂടെ ഉള്ളത് കൊണ്ടാണ് ഞാൻ മൂപ്പരോട് നിൽക്കാൻ പറഞ്ഞത്. ഞാനൊറ്റയ്ക്ക് പറഞ്ഞാൽ ഏച്ചില്ല. നീയും കൂടെ ഉണ്ടെങ്കിൽ കേൾക്കും. ഞാൻ വേണ്ട അമ്മായി, തനിച്ച് പറഞ്ഞാൽ മതി, അതാ നല്ലത്. അതെന്താ? അതൊന്നും പറ്റില്ല, നീയും വരണം. രണ്ടുപേരും കൂടി സംസാരിച്ചാൽ എളുപ്പമുണ്ട്. അമ്മായി എഴുന്നേറ്റു. വാ. ഞാനില്ല, അമ്മായി സംസാരിക്കൂ. പറ്റില്ല എന്നുണ്ടെങ്കിൽ മതിയല്ലോ ഞാൻ. അമ്മായി സംശയിച്ചു നിന്നപ്പോൾ ഭാസി എണീക്കാൻ ഭാവിച്ചു. ഞാൻ വരാം അമ്മയുടെ കൂടെ. നീയോ? നീ വേണ്ട, നീ വല്ലതും പറഞ്ഞ് അച്ഛനെ അപ്സെറ്റാക്കും. അതൊന്നുമില്ല. പുലാവ് നൂറിയുടെ കാര്യം ഒന്ന് പ്രത്യേകം പറയിക്കണം. അത് ഞാൻ പറഞ്ഞോളാം. കരുണനില്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് മതി. നിങ്ങളിരിക്കും. എന്താ മൂപ്പര് പറയണമെന്ന് ഞാൻ വന്നിട്ട് പറയാം. കരുണൻ ശരിയെന്ന് തലയാട്ടി. രണ്ടടി നടന്ന ശേഷം അമ്മായി തിരിഞ്ഞു നിന്നു. കരുണൻ, വേണ്ട അമ്മായി, ഞാൻ വേണ്ട. അമ്മായി പോയിട്ട് വരൂ. ശരി. അമ്മായി കൊച്ചമ്മാമ്മൻ്റെ സ്റ്റഡിയുടെ അകത്ത് കടന്ന് വാതിലടച്ചപ്പോൾ ഭാസി ഉറക്ക പിറുപിറുത്തു. അമ്മ ഉള്ള പാലിൽ ചുക്കിട്ട് കാച്ചാഞ്ഞാൽ മതി. അമ്മ വലിയ ഡിമാൻഡൊക്കെയാണ് വെക്കുക. പുലാവ് നൂറിയുടെ കാര്യം മാത്രമാണെങ്കിൽ അച്ഛനൊരു പക്ഷേ സംസാരിക്കാൻ സമ്മതിക്കും. എല്ലാം കൂടിയിട്ടാണെങ്കിൽ മൂപ്പര് സമ്മതിക്കില്ല, അത് തീർച്ചയാണ്. എന്തായാലും അമ്മായി പറയട്ടെ, നോക്കാം എന്താ സംഭവിക്കണതെന്ന്. നോക്കാലോ. ഭാസി വാച്ച് നോക്കി. ഓ, മണി 3:30 കഴിഞ്ഞു. കരുണന് ചായ കുടിക്കാറായില്ലേ? അമ്മായി വരട്ടെ, എല്ലാവർക്കും കൂടി ഒന്നിച്ചു കുടിക്കാം. ഓക്കെ, എന്നാൽ ഞാനിന്ന് ഫോൺ ചെയ്യട്ടെ. ഭാസി ഫോൺ വെച്ചിട്ടുള്ള മൂലയിലേക്ക് എഴുന്നേറ്റ് പോയി. കരുണൻ സോഫായിൽ പിന്നോക്കം ചാരിയിരുന്ന് 2 കൈയും കുടഞ്ഞു. വാച്ച് നോക്കി. 4:30. 5-നെങ്കിലും ഷോപ്പിലെത്തണം. കണക്കുകൾ കുറേ ശരിപ്പെടുത്താനുണ്ട്. രജിസ്റ്റർ അപ് ടു ഡേറ്റ് ആക്കണം. സെൽവരാജുവിനെ ഒന്ന് താക്കീത് ചെയ്യേണ്ട സമയമായിരിക്കുന്നു. ശ്രദ്ധ കുറഞ്ഞിരിക്കുന്നു. അശോകനുമായി അടുപ്പം കുറയ്ക്കാനും പറയണം. നല്ല ഉദ്ദേശത്തോടെയാണ് അശോകൻ ഷോപ്പിൽ വരുന്നതെന്ന് വിശ്വസിക്കാൻ കാരണമില്ല. ഡ്രഗ്സ് വല്ലതും സമ്പാദിക്കാമെന്ന് കരുതിയിട്ടാവും. അതിൽ പക്ഷേ അവൻ നിരാശപ്പെടുകയുള്ളൂ. പൊട്ടിച്ചിരി. ഭാസിയാണ്. ആരോടാണോ സംസാരിക്കുന്നത്? ഖോക്കുമായുള്ള അടുപ്പം അപകടകരമാണ്. അയാൾ കള്ളന്റെ കടമുറിയാണ്. ഇവനെ പിരിമുറുക്കി പുലാവ് നൂറിയിലെ വസ്തു കൈക്കലാക്കാനാണ് പ്ലാൻ. അത് കയ്യിൽ കിട്ടിയാൽ ഇവനെ കൈക്കല കൂടാതെ പുറന്തള്ളും. അക്കാര്യം തീർച്ച. ആ പോര് കാണാനുള്ള കഴിവ് ഇവനില്ല. പക്ഷേ അവനെയും കുറ്റം പറഞ്ഞുകൂടാ. അവനും തോന്നുമല്ലോ സ്വന്തമായിട്ട് എന്തെങ്കിലും വേണമെന്ന്.
ഇപ്പോഴത്തെ പോക്ക് കണ്ടാൽ ശ്രീചേട്ടൻ ഒരിക്കലും അവനൊരു സ്ഥാനവും കൊടുക്കുമെന്ന് തോന്നുന്നില്ല. ആഫീസിൽ യുവരാജാവാണ്, പക്ഷെ അധികാരമൊന്നുമില്ല. ചരടൊക്കെ ശ്രീചേട്ടൻ്റെ കയ്യിലാണ്. ഭാസിക്ക് പിടിപ്പ് പോരെന്നാണ് പറയുക. അത് കുറച്ചൊക്കെ സമ്മതിക്കണം. പക്ഷേ എന്തെങ്കിലും ചുമതല ഏൽപ്പിച്ചാലല്ലേ പിടിപ്പുണ്ടോ ഇല്ലയോ എന്നറിയൂ. പിന്നെ പരിചയം കൊണ്ടല്ലേ കഴിവ് കിട്ടൂ. ശ്രീചേട്ടൻ എല്ലാം പഠിച്ച് പണിക്കരായിട്ടല്ലല്ലോ തുടങ്ങിയത്. ക്നീം. ഭാസി ഫോൺ താഴെ വെച്ചതാണ്. ആരോടാണാവോ അവൻ ഇത്ര ഉന്മേഷത്തോടെ സംസാരിച്ചിരുന്നത്? ആരെങ്കിലും ആവട്ടെ, അവൻ്റെ മുഖം പ്രസന്നമാണ്. ആരാ? ശ്രീചേട്ടൻ്റെ കാറാണെന്ന് തോന്നുന്നു. ഭാസി ജനാലയ്ക്കൽ ചെന്ന് പടിക്കിലേക്ക് നോക്കി. അതെ, ശ്രീചേട്ടനാണ്. കാറ് വന്ന് നിൽക്കുന്ന ഒച്ച കേട്ട് കരുണൻ എഴുന്നേറ്റു. ശ്രീചേട്ടൻ ഈ നേരത്ത് വന്നത്? കൊച്ചമ്മാവൻ്റെ മുറിയുടെ വാതിൽക്കിലേക്ക് നോക്കി. അത് അടഞ്ഞു തന്നെ കിടക്കുന്നു. അകത്തേക്ക് കയറി വന്നത് പക്ഷെ ശ്രീചേട്ടനായിരുന്നില്ല, ഭാമച്ചേച്ചിയായിരുന്നു. കൂടെ രാജിയുമുണ്ട്. പിന്നാലെ ഇല്ല, വേറെ ആരുമില്ല. ഭാനു എവിടെയാ? മോളിലാണോ? അതെ. ശ്രീചേട്ടൻ വന്നില്ലേ? ഉവ്, അവിടെയുണ്ട്. ഞാനിന്ന് ഭാനുവിനെ കാണാൻ ഓടിപ്പോന്നതാ. മോളിൽ മിനിയുണ്ട്. ഭാമച്ചേച്ചി കോണി കയറി. പിറകെ രാജിയും. അവളുടെ വാട്ടം അല്പം കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. വന്നപ്പോൾ എന്തുമാതിരിയായിരുന്നു. ആരാ വന്നത്? അമ്മായി വാതിൽ തുറന്ന് എത്തി നോക്കി. കാറിൻ്റെ ഒച്ച കേട്ടു. ഭാമച്ചേച്ചിയാണ്. രാജിയുണ്ട്. മുകളിലേക്ക് പോയി. ഓ ശരി, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ചെല്ലാം മോൾക്ക്. വാതിൽ വീണ്ടും അടഞ്ഞു. എവിടെ എത്തിയോ ആവോ അമ്മായിയുടെ ശ്രമം. അമ്മ എത്ര നേരം എടുക്കുമോ ആവോ. ഭാസി അക്ഷമനായി വാച്ചു നോക്കി അച്ചാലും പിച്ചാലും നടന്നു. എന്താ ഇത്ര തിടുക്കം? ഇരിക്കെ. ഞാൻ ഹോക്കിനാ ടെലിഫോൺ ചെയ്തിരുന്നത്. മൂപ്പർക്ക് പോവാൻ ധൃതിയായി. അമ്മ പുറത്തു വന്നിട്ട് അച്ഛൻ എന്താ പറഞ്ഞതെന്ന് അറിഞ്ഞാൽ അതനുസരിച്ചിട്ട് ഹോക്കിനോട് സംസാരിക്കാമായിരുന്നു. ഇരിക്കു ഭാസി, അമ്മ പുറത്ത് വരട്ടെ. വഞ്ചിയിൽ കിടന്ന് ഓടിയാൽ കരയ്ക്കടുക്കുവോ? ഭാസി നടത്തം നിർത്തി സോഫയിലിരുന്നു. അടുത്ത നിമിഷം തന്നെ എഴുന്നേറ്റ് നടത്തം ആരംഭിച്ചു. കൂട്ടിൽ പിടിച്ചിട്ട് നായയെ പോലെ. കൊച്ചമാമന്റെ വാതിൽ അടഞ്ഞു തന്നെ കിടക്കുന്നു. ഭാസിക്ക് എന്താണാവോ ഇത്ര അക്ഷമ? അത്ര തലപോകുന്ന കാര്യമൊന്നുമില്ലല്ലോ. ഹോക്കിനോട് ഇന്നല്ലെങ്കിൽ നാളെ സംസാരിക്കാവുന്നതല്ലേ ഉള്ളൂ. രാജി കോണി ഇറങ്ങി വന്നു. ചുറുചുറുക്കോടെ നേരിട്ട് ഡൈനിങ് റൂമിലൂടെ പിൻവശത്തേക്ക് പോയി. ഉവ്വ്, അവൾക്ക് അല്പം തെളിച്ചം വെച്ചിട്ടുണ്ട്. ശരീരത്തിന് മാത്രമല്ല മനസ്സിനും. ഇല്ലെങ്കിൽ ഇങ്ങനെ ചെറുചുറുക്കോടെ നടക്കില്ല. പാവം കുട്ടി, കഷ്ടമായി. ചേട്ടത്തിയമ്മയ്ക്ക് കരയാൻ ഒരു വഴിയും കൂടി. എന്തൊരു ട്രാജഡി. നെടുവീർപ്പിട്ടു. അതിൻ്റെ ഫലം അനുഭവിക്കുന്നുണ്ട് ഗംഗേട്ടൻ. എന്തൊരു ജീവിതമാണ് ഇപ്പോഴത്തെ ജീവിതം. തിന്നു മുടിക്കുവാനും ഉടുത്തു മുടിക്കുവാനുമായി ഒരു ഭാര്യയും കുറേ പിള്ളേരും. എത്രയാ? 8 9? ഒരെണ്ണം പോലും നന്നാവിട മട്ടില്ല. മൂത്തവള് കോലാലംപൂര് പേരെടുത്തു തുടങ്ങി. എങ്ങനെയാ? തലച്ചോറില്ലാത്ത വർഗമല്ലേ? വല്ലാത്ത തലയിലെടുത്താണ് ഗംഗേട്ടൻ്റെ. അല്ലെങ്കിൽ ഇപ്പോൾ എത്ര സുഖമായി ജീവിക്കാമായിരുന്നു. ചേട്ടത്തി അമ്മയെപ്പോലെ ഒരു സ്ത്രീയെ ഭാര്യയായി കിട്ടിയിട്ട് അതും വലിച്ചെറിഞ്ഞു പോവുക. ഇത്രയും വലിയ ബുദ്ധിമോശം ആരെങ്കിലും ചെയ്യൂ? ചേട്ടത്തിയമ്മയുടെ തലയിലെടുത്താണ് അതിനേക്കാൾ കഷ്ടം. ഒരു തെറ്റും കുറ്റവും ചെയ്യാണ്ടേ ഇതൊക്കെ അനുഭവിക്കാറായില്ലേ? യോഗം എന്നല്ലാതെ എന്ത് പറയാൻ? ദൈവം അല്ല, എന്തിനാ ദൈവത്തെ കുറ്റം പറയണത്? വല്യമ്മാവന്റെ വാശിയാണ് കാരണം. ഗംഗേട്ടൻ മലായിക്കാരിയുടെ പിടിയിൽപ്പെട്ട സ്ഥിതിക്ക് അങ്ങനെ തന്നെ വിട്ടാൽ മതിയായിരുന്നു. അപ്പോൾ അതുപോരാ, മരുമകനെ രക്ഷിക്കണം, സ്വന്തം അഭിമാനവും രക്ഷിക്കണം. അതിന് പാപം ചേട്ടത്തിയമ്മയെ ബലിയാടാക്കി. രാജി തിരിച്ചു വന്ന് കോണി കയറി. കയ്യിൽ കപ്പും സോസറുമുണ്ട്. എന്താ? ഭാനുചേച്ചിക്ക് കുടിക്കാൻ പാല്. സെർവൻസ് ആരും ഇല്ലേ അവിടെ? ഭാസി പരുഷമായി ചോദിച്ചു. നീ തന്നെ വേണോ? അതുകൊണ്ടെന്താ ഭാസിച്ചേട്ടാ? രാജി പുഞ്ചിരി തൂകി. എനിക്കും ആയിക്കൂടെ? അവൾ കോണി കയറിപ്പോയി. ഭാസി എന്തോ പിറുപിറുത്തു. ആൾ വളരെ അക്ഷമനാണെന്ന് തീർച്ച. ഈ ധൃതിയും എടുത്തുചാട്ടവുമാണ് അവൻ്റെ ഏറ്റവും വലിയ കുഴപ്പം. ഇവളുടെ ഫിലിം കോലാലംപൂരിൽ റിലീസ് ചെയ്യാൻ പോണുണ്ടെന്ന് കേട്ടുല്ലോ. ഭാസി മുന്നറിയിപ്പ് കൂടാതെ പറഞ്ഞു. അടുത്തുണ്ടാവൂത്രേ. ഉവ്വോ, ഫിലിം മുഴുവനാവാതെയാണ് പോന്നതെന്നാണല്ലോ ഞാൻ കേട്ടത്. മുഴുവനാവാതെയോ? ഭാസി ചിരിച്ചു. പടം മദ്രാസിൽ റിലീസായി കഴിഞ്ഞു. അതുവോ? കരുണൻ ഈ ലോകത്തിലൊന്നും അല്ല
ജീവിക്കണമെന്ന് തോന്നുന്നു. സിനിമയുടെ കാര്യത്തിൽ എനിക്ക് അത്ര ഇൻട്രസ്റ്റ് ഇല്ല, പ്രത്യേകിച്ചും തമിഴ് സിനിമ. അത് ഞാൻ മിനിക്കുട്ടിക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. അവൾ ഒരെണ്ണം വിടില്ല. ഭാനു അത് തന്നെയാണ് ടൈപ്പ്. എനിക്കാണെങ്കിൽ സഹിക്കാൻ സാധിക്കില്ല. എന്നിട്ട് എപ്പോഴും മുറുമുറുപ്പാണ്, ഞാൻ കൂടെ ചെല്ലണില്ല എന്ന്. ആരെക്കൊണ്ട് കഴിയും 3-3.5 മണിക്കൂർ തള്ളിപ്പോയ തിയേറ്ററിൽ ചെന്നിരിക്കാൻ? എനിക്ക് ആ കേസില്ല, അത് വലിയൊരു സമാധാനം. എന്നാലും രാജിയുടെ വന്നാൽ ഒന്ന് പോയി കാണണം. അത് പിന്നെ വേണ്ടേ, പ്രിവ്യൂ ഉണ്ടാവും, അപ്പോൾ കാണാം. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഭാസി അടുത്തേക്ക് നീങ്ങിയിരുന്നു. താണ ഒച്ചയിൽ ചോദിച്ചു, എന്താ അവൾക്ക് ശരിക്ക് പറ്റിയത് മദ്രാസില്? ആരും ഒന്നും തെളിച്ചു പറയണില്ല. എനിക്കും അറിഞ്ഞുകൂടാ. അവള് ഫിലിം പ്രൊഡ്യൂസ് ചെയ്ത ആളുമായി ലോക്യത്തിലായിരുന്നു. അത് തെറ്റിപ്പിരിഞ്ഞു, അത്രേ എനിക്കറിയുള്ളൂ. ഭാര്യയും 2-3 കുട്ടികളും ഉള്ള ആളാണത്രേ എന്ന് കേട്ടു. മലയാളി തന്നെയാണെന്ന് ആരോ പറഞ്ഞു. അതെ, മഹാകഷ്ടം. ഭാര്യയും 2-3 കുട്ടികളും ഉള്ള ഒരാള് ഇങ്ങനെ ചെറുപ്പക്കാരികളെ വഴി പിഴപ്പിക്കാൻ നടക്കുന്നത് മഹാകഷ്ടം തന്നെ. സിനിമാ വേൾഡ് അങ്ങനെയാണ്. ഉലക്കെടുത്ത് വീക്കണം, അതാ വേണ്ടത്. ഭാസി മുഷ്ടി ചുരുട്ടി ഇടിക്കുന്നത് പോലെ ആംഗ്യം കാട്ടി. ഈ പെണ്ണാണെങ്കിൽ ഒരു സാധുവാണ്. ഭദ്രച്ചേച്ചിയുടെ മുറിച്ച മുറി. കരുണൻ നെടുവീർപ്പിട്ടു. ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? അതെ, ഭാസി തലയാട്ടി. ഇറ്റ്സ് ടു ലേറ്റ്. എന്നാലും ശ്രീചേട്ടന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ അയാളെ വെറുതെ വിടില്ല. പിന്നെ എന്ത് ചെയ്യാനൊക്കും? നല്ല ഇരുട്ടടി അടിച്ചു വിടണം, അത് തന്നെ. കരുണൻ പുഞ്ചിരി തൂകി. ഭാസിയാണെങ്കിൽ അത് ചെയ്യും, തീർച്ച. അവന്റെ മട്ടും മാതിരി അതാണ്. പക്ഷേ ഭാസി പറഞ്ഞപ്പോഴാണ് ആലോചന ആ വഴിക്ക് പോകുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഏതോ തമിഴ് മാസികയിൽ എന്തോ ആഭാസമായി എഴുതിയിരുന്നുവെന്ന് മിനി പറയുകയുണ്ടായിരുന്നു. അതൊന്നും ശരിയാവാൻ വഴിയില്ല. അങ്ങനത്തെ അബദ്ധമൊന്നും ചേട്ടത്തിയമ്മയുടെ മകൾക്ക് പറ്റില്ല. എന്നാലും എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അവൾ സ്ലീപ്പിംഗ് പീൽസ് ഓവർഡോസ് കഴിക്കുകയില്ലല്ലോ. എന്തായാലും പറ്റിയതൊക്കെ പറ്റി. ഇനി അവളെ. ചിരി വരുന്നു. എന്തൊരു ഉത്കണ്ഠയാണ് ഗംഗേട്ടന്. ചിരിക്കുകയല്ല വേണ്ടത്, കരയുകയാണ്. ഈ ഉത്കണ്ഠ പണ്ടുണ്ടായിരുന്നെങ്കിൽ. എന്താ ഈ അമ്മ ഇത്ര നേരം? മറുപടി പറഞ്ഞില്ല. വാതിൽ അടഞ്ഞു തന്നെ കിടക്കുന്നു. കൊച്ചമ്മാമൻ ബലം പിടിച്ച് നിൽക്കുകയായിരിക്കാം. വല്യമ്മാമന്റെ മുഖത്തു നോക്കി കാര്യം പറയാനുള്ള ധൈര്യം കൊച്ചമ്മാമനില്ല, ആർക്കുമില്ല. ഗംഗേട്ടനും ഉണ്ടായിരുന്നില്ല. ആ ധൈര്യം കാണിച്ചത് താൻ മാത്രമാണ്. അതുകൊണ്ട് താൻ പുറന്തള്ളപ്പെട്ടവനായി. ആവട്ടെ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. വല്യമ്മാവിന്റെ കാരുണ്യമില്ലാതെ തന്നെ ജീവിക്കാൻ കഴിഞ്ഞുവല്ലോ. സമ്പത്ത് കുന്നുകൂട്ടാനൊന്നും കഴിഞ്ഞിട്ടില്ല, എന്നാലും ജീവിക്കുന്നുണ്ടല്ലോ. വലിയ അലട്ടലില്ലാതെ. അത് മതി. ആർക്കും ഒരു കടപ്പാടുമില്ല, കൊച്ചമ്മാമ്മനോടല്ലാതെ. അതും ഡോളർ സെന്റ് എണ്ണി തിരിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നാലും കടപ്പാടില്ലാതെ വരുന്നില്ല, അത് കാര്യം വേറെ. പക്ഷേ സ്വന്തം അധ്വാനം കൊണ്ടാണ് ജീവിക്കുന്നത്, മിനിയെയും കുട്ടികളെയും പുലർത്തുന്നതും. പലർക്കും ധാരണയുണ്ട് മിനിയുടെ ചിലവിലാണ് താൻ കഴിയണമെന്ന്. ധരിച്ചോട്ടെ, കുട്ടികൾക്കൊരു പെൻസിൽ വാങ്ങിക്കൊടുക്കാൻ പോലും കാശെടുക്കാറില്ലെന്നാണല്ലോ സത്യം. അവൾ സ്വന്തമായി സേവ് ചെയ്യുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ. പക്ഷേ കരുണന്റെ നാടിയിൽ ചോര ഓടുന്നിടത്തോളം കാലം ചെലവിന് വേറെ ആരെ ആശ്രയിക്കില്ല, അത് തീർച്ച. വേറെ ആരുടെയും ഒറ്റ കാശും ആവശ്യമില്ല താനും, അതും തീർച്ച. വല്യമ്മാവിൻ്റെ പ്രത്യേകിച്ചും. അമ്മായിയോ ഭാസിയോ ഒക്കെ എടുത്തോട്ടെ, തനിക്ക് ഒറ്റ പൈസയും വേണ്ട. ചോര പുരണ്ട കാശാണ് ചോര. വെടിയേറ്റ് കിടക്കുന്ന തമിഴന്മാരെ ഇപ്പോഴും കണ്ണിൽ കാണുന്നു. നേരിട്ട് കണ്ടത് അത്രയേ ഉള്ളൂ. പക്ഷെ കേട്ടറിഞ്ഞ കഥകൾ ആലോചിക്കുമ്പോൾ കുളിരു പൊട്ടുന്നു. എവിടുന്ന് കിട്ടി വല്യമ്മാവിന് ഈ ധനദാഹം? ആരുടെ പാരമ്പര്യമാണ്? മണൽക്കുന്നിൽ തറവാടിന്റെ പൊയ്പോയ പ്രഭാവം വീണ്ടെടുക്കുന്നത് ഇങ്ങനെയാണോ? ഒടിഞ്ഞു തൂങ്ങിയ 4 കെട്ടും പത്തായപ്പുരയും കാട് കെട്ടിക്കിടക്കുന്ന പറമ്പും ഇന്നില്ല. അവിടെയൊക്കെ മാപ്പിളമാർ പുതിയ ബംഗ്ലാവുകൾ കെട്ടിക്കഴിഞ്ഞു. ഇന്ന് ആരും മണൽക്കുന്നിൽ തറവാട്ടിനെ കുറിച്ച് ഓർക്കുന്നുണ്ടാവില്ല. ഭാരതപ്പുഴയിലെ വെള്ളപ്പൊക്കത്തിൽ ആ ഓർമ്മകളും ഒലിച്ച് അറബിക്കടലിൽ പോയി വീണിരിക്കും. അല്ലെങ്കിൽ ഇനിയത്തെ ഓർമ്മകൾ മറ്റൊരു തരത്തിലുള്ളവയായിരിക്കും. ആർക്കും ഓർക്കാൻ ഇഷ്ടമില്ലാത്ത ഓർമ്മകൾ. ആ ഓർമ്മകൾ കരിപൂശുന്ന സ്വത്തിനു വേണ്ടിയാണ് ഇപ്പോൾ കടിപിടി. ആ പാപത്തിൻ്റെ ഒരംശം ഏറ്റുവാങ്ങാനാണ് ഈ ബന്ധപ്പെടുന്നതെല്ലാം. കഷ്ടം എന്നല്ലാതെ എന്ത് പറയാൻ? ആരോ തുള്ളിച്ചാടി കയറി വരുന്ന കാലൊച്ച. രമണിയും വത്സലയുമാണ്. ഓ,
നിങ്ങൾ എത്തിയിട്ടുണ്ടോ? അമ്മയും രാജി ചേച്ചിയും എവിടെയാ? വത്സല ചോദിച്ചു. മോളിലാണോ? അതെ, താങ്ക് യു. ഇരുവരും കോണി കയറി. തുള്ളിച്ചാടാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊണ്ട്. രണ്ടുപേരെയും ഒന്നിച്ച് കാണാൻ നല്ല രസമാണ്. കറുത്ത് പൊക്കം കുറഞ്ഞ വത്സല, മെലിഞ്ഞ് പൊക്കം കൂടിയ വെളുത്ത രമണി. ഒരുത്തി വെറും മൂളിയെ പോലെ സ്കർട്ടും ബ്ലൗസും, മറ്റവൾ പഞ്ചാബി വേഷവും ലിപ്സ്റ്റിക്കും നെയിൽ പോളിഷും. ഈ അമ്മയെ കാണാനില്ലല്ലോ പുറത്തേക്ക്. ഭാസി ഉറക്കമുണർന്നതുപോലെ പറഞ്ഞു. ഞാനൊന്ന് പോയി നോക്കിയാലോ? ഇത്തിരി ക്ഷമിക്കും ഭാസി, കുട്ടിയെ പാലത്തുമ്മേ കിടത്തിയിട്ടൊന്നുമില്ലല്ലോ. കരുണൻ അറിയില്ല ആ ചീനനെ പിടികിട്ടാനുള്ള പ്രയാസം എന്താന്നോ. അല്ല, ഞാൻ ഭാസിയോട് ഇതേവരെ വിസ്തരിച്ച് ചോദിച്ചില്ല. എന്താ പ്ലാൻ, എന്താ അറേഞ്ച്മെന്റ്? വസ്തു കയ്യിൽ കിട്ടിയാൽ അതല്ലേ ഇപ്പോഴും ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വസ്തുവിന്റെ കാര്യം തീർച്ചയായിട്ടല്ലേ ഡീറ്റെയിൽസിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. എന്നാലും പൊതുവെയുള്ള പ്ലാൻസ് അത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഹോട്ടല്, ക്യാസിനോ, ഗോൾഫ് കോഴ്സ്, അതെനിക്കറിയാം. അതല്ല, നിങ്ങൾ തമ്മിലുള്ള ധാരണകൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചത്. അത് തീർച്ചയാക്കിയിട്ടില്ല. വസ്തു എൻ്റെ വക കോൺട്രിബ്യൂഷൻ, അതിലൊരു വില കൽപ്പിച്ച് അത്രയും എനിക്ക് ഓഹരിയായിട്ട് തരും. ബാക്കിയുള്ള മുതലിറക്ക് ഹോക്കിൻ്റെ. ഞാൻ പറഞ്ഞില്ലേ, ഡീറ്റെയിൽസ് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. പാർട്ട്ണർഷിപ്പാണോ? അത് നിശ്ചയിച്ചിട്ടില്ല. പബ്ലിക് കമ്പനിയായി സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്താലോ എന്നാണ് ഹോക്കിൻ്റെ ആലോചന. എനിക്കത് അത്ര സമ്മതമല്ല. പ്രൈവറ്റ് ലിമിറ്റഡ് ആയിട്ട് ഇരിക്കുന്നതാണ് നല്ലത്. കരുണൻ എന്താ തോന്നണത്? എനിക്ക് ഹൈ ഫൈനാൻസിൻ്റെ ഹിക്കുമത്തൊന്നും അറിയില്ല. ഞാനൊരു സ്മാൾ ടൈം ഷോപ്പ് കീപ്പർ മാത്രമാണല്ലോ. കളി വിടൂ, എന്താ അഭിപ്രായം? ഞാനൊരു അഭിപ്രായം പറഞ്ഞാൽ ഭാസിക്ക് ഇഷ്ടമായി എന്ന് വരില്ല. പറഞ്ഞോളൂ. എന്നോട് ചോദിച്ചാൽ ഈ ചീനനോടുള്ള കൂട്ടുകെട്ടേ വേണ്ടാന്നാണ്. വൈ? ഹോക്ക് കാട്ടുകള്ളനാണ്. അവൻ ഭാസിയെ തൊണ്ട തൊടാതെ വിഴുങ്ങും. കുറച്ചു കഴിയുമ്പോൾ ഹോട്ടലും വസ്തുവും എല്ലാം അവൻ്റെ കീശയിലാവും. അത്ര തന്നെ. ഞാൻ അത്ര പൊട്ടനാണെന്നാണോ കരുണനും വിചാരിക്കുന്നത്? എന്നല്ല, പക്ഷെ അയാളുടെ അടുത്ത് പയറ്റി നിൽക്കാനുള്ള കഴിവൊന്നും ഭാസിക്കില്ല. അയാളാണെങ്കിൽ പറ്റിക്കുന്ന ഇടപാടില് കണ്ണു തെളിഞ്ഞ പുള്ളിയാണ്. അത് കരുണന്റെ തെറ്റിദ്ധാരണയാണ്. കരുണൻ അദ്ദേഹത്തെ നേരിട്ടറിയില്ലല്ലോ. ഇല്ല, എന്തിനാ നേരിട്ടറിയണത്? ചരിത്രം കേട്ടിട്ടുള്ളതല്ലേ. കേൾക്കുന്നതിലധികവും എക്സാജറേഷനാണ്. മിസ്റ്റർ ഹോക്ക് വളരെ ഡീസന്റ് മാനാണ്. സ്വന്തം കാര്യം നോക്കാൻ മിടുക്കനാണ്, സംശയമില്ല. അത് പിന്നെ ആരാ അല്ലാത്ത? പക്ഷെ എല്ലാവരും പറയണ പോലെ കാട്ടുകള്ളനാണെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ആൾക്കാർ ജലസി കൊണ്ട് പറയണതാണ്. ശരി, അങ്ങനെയാണ് നിനക്ക് തോന്നണമെന്ന് വെച്ചാൽ ഓക്കെ. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രം. കാര്യം അപകടമാണെന്നാണ് എൻ്റെ തോന്നല്. പറഞ്ഞത് ചവച്ചിറക്കാനെന്ന പോലെ അല്പനേരം മിണ്ടാതിരുന്ന ശേഷം ഹാസ്യ പദം വന്ന സ്വരത്തിൽ ചോദിച്ചു. പിന്നെ ഞാൻ എന്താ വേണ്ടത്? എന്ന് ശ്രീചേട്ടൻ്റെ അടിമയായിട്ട് കഴിയേ? 10,000 1000 ശമ്പളം വാങ്ങിച്ച് ലൈക്ക് എ ബഗ എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ശ്രീചേട്ടനൊരു സിമന്റ് ഫാക്ടറിക്ക് പ്ലാൻ ഇടണില്ലേ? അത് നിനക്ക് ഏൽപ്പിച്ച് തരാൻ പറയും, ഫുള്ളായിട്ട്. അതാണെങ്കിൽ കുറേയും കൂടി മാന്യതയുണ്ട്. ചീനൻ പറ്റിക്കും എന്നുള്ള പേടിയും വേണ്ട. പറയേ വേണ്ടു. ശ്രീചേട്ടൻ ഉടനെ ചെയ്യുമെന്നാണ് കരുണന്റെ വിചാരം. ഭാസി പരിഹാസഭാവത്തെ തിരിച്ചു. അന്ന് സൂര്യൻ തെക്ക് വടക്ക്. ഉടനെ സമ്മതിക്കുന്നല്ല, പക്ഷെ അങ്ങനെ വല്ലതുമാണ് ചോദിക്കേണ്ടത്. എന്നാൽ എല്ലാവരും നിന്നെ സപ്പോർട്ട് ചെയ്യും. എന്ന് മാത്രമല്ല, ശ്രീചേട്ടൻ സമ്മതിക്കുമെന്നാണ് എനിക്ക് തോന്നണതും. ഭാസി എന്തോ പറയാൻ ഭാവിച്ച ഉടനെ തന്നെ വായടച്ച് പുരികം കൊണ്ട് വാതിൽക്കലേക്ക് ചൂണ്ടിക്കാട്ടി. അമ്മായി പുറത്തു വന്നിരുന്നു. പിറകെ കൊച്ചമ്മാവനും. കരുണൻ എഴുന്നേറ്റു. പക്ഷെ കൊച്ചമ്മാവൻ ശ്രദ്ധിച്ചതായി തോന്നിയില്ല. തലയുയർത്താതെ നേരിട്ട് പുറത്തേക്ക് പോയി, കീഴടങ്ങിയവനെ പോലെ. എങ്കിലും അമ്മായിയുടെ മുഖത്ത് വിജയഭാവം ഉണ്ടായിരുന്നില്ല. എന്തായി അമ്മേ? ഭാസി അക്ഷമയോടെ ചോദിച്ചു. അച്ഛൻ മൂളിയോ? ഒന്നും പറയാറായിട്ടില്ല. ഇരിക്കെ. ഭാമ പോയിട്ടില്ലല്ലോ. ഞാനിന്ന് മുകളിൽ പോയിട്ട് വരട്ടെ. സംഗതി പറഞ്ഞിട്ട് പോയാൽ പോരെ? അങ്ങനെ ഒറ്റ വാക്കിലൊന്നും പറയാൻ പറ്റില്ല. ക്ഷമയില്ലെന്ന് വെച്ചാൽ പൊയ്ക്കോ. സൗകര്യമാവുമ്പോൾ പറഞ്ഞു തരാം. കരുണൻ ഇരിക്കട്ടോ. മറുപടിക്ക് കാത്തു നിൽക്കാതെ അമ്മായി കോണി കയറി. ഭാസി പല്ല് ഞെരിച്ച് നിസ്സഹായനായി നോക്കിക്കൊണ്ടിരുന്നു. ഇരിക്ക് ഭാസി, അമ്മായി വന്നിട്ട് സൗകര്യമായി സംസാരിക്കാം. ഭാസി അക്ഷമയും കോപവും സ്ഫുരിക്കുന്ന നോട്ടം നോക്കി സാവധാനത്തിൽ സോഫയിലിരുന്നു. ഉടനെ തന്നെ എഴുന്നേറ്റ് ഫോണിന്റെ സമീപത്തേക്ക് പോയി. ഹോക്കിനെ വിളിക്കാനായിരിക്കും, കരുണൻ സ്വയം പറഞ്ഞു. ഇവൻ എന്താണ് ഇത്ര വലിയ അക്ഷമ? മനസ്സിലാവുന്നില്ല. ചീനനെ ഇന്നല്ലെങ്കിൽ ഇനിയൊരു ദിവസം കണ്ടുകൂടെ? ഓ,
എന്തോ ആവട്ടെ, അവനായി അവൻ്റെ പാടായി. കരുണൻ കാല് നീട്ടി സെറ്റിയിൽ പിന്നോക്കം ചാഞ്ഞിരുന്നു, ഓട്ടുവായിട്ടു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 2ാം ഭാഗം അയച്ചു കഴിഞ്ഞു. അടുത്ത ഭാഗവുമായി വേഗം എത്താം. താങ്ക് യു.